നിങ്ങളെ വിഷമിപ്പിച്ചു പോയ ഒരാളിൽ നിന്ന് അവൻ എന്തെങ്കിലും വന്ന് ക്ഷമ ചോദിക്കുമെന്ന് ഓർത്ത് കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ വിചാരിക്കും ഇവരിന്ന് വരും നാളെ വരും എന്നോടെല്ലാം ക്ഷമ പറഞ്ഞ് അത് അവർ അഡ്രസ്സ് ചെയ്ത് നാളെ ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് നോർമൽ ആവുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണോ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഹീൽ വിത്ത് ദിവ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കംപ്ലീറ്റ്ലി NPD അവയർനെസ് വേണ്ടിയിട്ടുള്ള ചാനലാണ്. ഇതൊരു ഡയഗ്നോസ് ചെയ്യാനുള്ള ചാനലല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ NPD നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ നമ്മളോട് ക്ഷമ ചോദിക്കാത്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്ഷമ ചോദിക്കുക എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഈഗോ ഹേർട്ട് ആവുന്നുണ്ട്. നിങ്ങൾ ഓർക്കാറില്ലേ, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, നമ്മൾ ഒരാളോട് പോയി ക്ഷമ ചോദിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്കിനെ കുറിച്ചിട്ട് നമുക്കൊരു ബോധ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പോയി ക്ഷമ ചോദിക്കുന്നത്. പക്ഷെ നാർസിസ്റ്റിക് ആയിട്ടൊരാൾക്ക് ആ ഒരു ഈഗോയെ അവരത് ഹേർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം അവർക്കത് ബുദ്ധിമുട്ടാണ്. അവരെപ്പോഴും പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്, ഞാൻ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ് എന്നുള്ളത്. അപ്പം ഒരു മിസ്റ്റേക്ക് തനിക്ക് സംഭവിച്ചു എന്നുള്ളതും അതിന് പോയി ക്ഷമ ചോദിക്കുമ്പോഴും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫേക്ക് സെൽഫിനെ അവർ ഹേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും ക്ഷമ ചോദിക്കാൻ സാധിക്കാത്തത്. പിന്നീട് ക്ഷമ ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്തോ തെറ്റ് ചെയ്തു, ഞാനൊരു വീക്ക് ആണെന്നുള്ള ഒരു രീതിയിലാണ് അവരെ കുറിച്ച് തന്നെ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇമേജ് തകർക്കുന്ന ഒന്നിനും അവർ തയ്യാറാവില്ല. പിന്നെ കൂട്ടത്തിൽ അവർക്ക് ഇത്തിരി എൻപതി കുറവാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ മുമ്പുള്ള വീഡിയോയിൽ. അതും ഒരു കാരണമാവാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ദേ അവോയ്ഡ് ഷെയിം എന്നുള്ളതാണ്. അവരെപ്പോഴും ആ ഒരു ഷെയിം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. കാരണം അവർക്ക് തന്നെ അറിയാം അവരുടെ ഉള്ളിൽ അവർ ഡീപ്ലി അവരുടെ അകത്ത് അവർ ഒരുപാട് ഷെയിം അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊരിക്കലും അവർ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആ അവരുടെ ആ ഒരു ട്രൂ ഒരു നേച്ചർ എക്സ്പോസ് ചെയ്താൽ അവർക്ക് പിന്നീട് ഈ കൂടെയുള്ള ആൾക്കാരെ നിയന്ത്രണത്തിൽ വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനോ അത് പിന്നീട് അവരുടെ ആ ഒരു ട്രൂ ഫേസിനെ അവർ കാണിക്കാനോ ശ്രമിക്കാതെ അവർ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്ത് പോവാണ് ശ്രമിക്കുക. അവിടെ എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും അവരത് ഒരിക്കലും ഒരു അപ്പോളജി, ഒരു ക്ഷമ പറഞ്ഞിട്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് ക്ഷമ പറഞ്ഞ് അത് പരിഹരിക്കുന്നതിന് പകരം അവരായിട്ടിരിക്കുക. എന്നിട്ട് ഈ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യാതെ അത് മാക്സിമം അവോയ്ഡ് ചെയ്ത് ചെയ്യാനായിട്ടാണ് ഈ NPD ഉള്ള ആൾക്കാർ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ തെറ്റ് ഞാൻ ചെയ്തു എന്നുള്ളത് ഒരിക്കലും അവർ അംഗീകരിക്കില്ല. പകരം എന്ത് ചെയ്യും, അവർ ആ ഒരു ബ്ലെയിം നമുക്ക് ഷിഫ്റ്റ് ചെയ്യും. ബ്ലെയിം ഷിഫ്റ്റിംഗ് ഒരു പരിപാടിയുണ്ട്. ഇതുവരെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ചെയ്യും. അപ്പം അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടെ അവർ നമ്മളോട് സൈലന്റ് ട്രീറ്റ്മെന്റിലൂടെയും മറ്റു പല ടാക്ടിക്സിലൂടെയും നമ്മളുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിൽ അവർ വരുത്തി തീർക്കും. അപ്പം ചിലപ്പോൾ നമ്മൾക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരും, ഇനി ഇത് എൻ്റെ മിസ്റ്റേക്ക് ആണോ, ഇനി ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടോ ആയിരിക്കുമോ എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ പെരുമാറുന്നത്, അത് എൻ്റെ തെറ്റാണെന്നുള്ള രീതിയിൽ ആ ഒരു ബ്ലെയിമിനെ ഷിഫ്റ്റ് ചെയ്യാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. അപ്പം അവർക്ക് ക്ഷമ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ആ തെറ്റ്, അവിടെ സംഭവിച്ച തെറ്റ് നമ്മുടെ ഭാഗത്തേക്ക് അവർ ഓൾറെഡി അത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അവർക്ക് അവിടെ അപ്പോളജി ചോദിക്കേണ്ട ആവശ്യമോ അത് പിന്നീട് ക്ഷമ ചോദിക്കേണ്ട, സോറി പറയേണ്ട ആവശ്യമോ അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി ചില കേസിൽ അപ്പോളജി പറയുന്ന ചില സിറ്റുവേഷൻസും വരാറുണ്ട്. ക്ഷമ പറയുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോറിയൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവരുടെ സോറിയിൽ തന്നെ നമുക്കൊരു ഫേക്കായിട്ട് നമുക്കത് അനുഭവപ്പെടും എന്നുള്ളതാണ്. കാരണം ജെന്യുവൻലി അവർക്ക് വന്നിട്ട് ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്തിട്ട് ക്ഷമ പറഞ്ഞിട്ട് ഒരിക്കലും അത് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കില്ല. പകരം എന്തിനാണ് ഇങ്ങനെ അപ്പോളജി പറയേണ്ട ഒരു സിറ്റുവേഷനിൽ അവർ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ മുകളിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നു എന്ന് കാണുന്ന സമയത്ത് ഫേക്ക് ആയിട്ടുള്ള സോറി ആയിട്ട് അവർ വരും. കാരണം നിങ്ങളെ പുൾ ബാക്ക് ചെയ്യാൻ, നിങ്ങളെ തിരിച്ചു വലിക്കാനായിട്ടാണ് അവർ ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അപ്പോളജി ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരിക. പിന്നെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദേ ലാക്ക് എംപതി എന്നുള്ളതാണ്. അവർക്ക് എംപതി ഇല്ല. നമുക്ക് ഒരാൾക്ക് ഇപ്പം ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു ആക്ഷൻ ഒരാൾക്ക് വിഷമമായി, അവർക്കത് ഹേർട്ട് ചെയ്തു എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സിമ്പതിയേക്കാൾ ഉപരി എംപതി വേണം, അല്ലേ? എങ്കിൽ മാത്രമാണ് അവരുടെ പെയിൻ നമുക്ക് അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുക. ഈ NPD ആയിട്ടുള്ള ഒരാൾക്ക് അത് ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ പെയിൻ എത്ര നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്ക് ആ ഒരു സോറി പറയാനോ ഇത് തിരിച്ച് അത് അഡ്രസ്സ് ചെയ്ത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനോ അവർ ശ്രമിക്കാത്തത് അവർക്ക് എംപതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആക്ച്വലി ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങൾക്കുണ്ടായ വിഷമങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളിത് സോൾവ് ചെയ്ത് സോറിയൊക്കെ പറഞ്ഞ് ഇത് മുന്നോട്ട് പോകുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്. അവർ എക്സ്പോസ്ഡ് ആവാതെ, അവരുടെ ട്രൂ നേച്ചർ എക്സ്പോസ്ഡ് ആവാതെ, അവരുടെ ഉള്ളിലുള്ള ഷെയിം എക്സ്പോസ്ഡ് ആവാതെ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ് ആക്ച്വലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. ആക്ച്വലി NPD ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവരുടെ ക്ഷമയും പ്രതീക്ഷിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് തരാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നു, നിങ്ങൾക്കൊരു ക്ലോഷർ കിട്ടുന്നില്ല, നിങ്ങൾ ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ആസ് എൻ NPD കോച്ച് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസും കാണാം. താങ്ക്